ഹായ് ഫ്രണ്ട്സ്, SSLC ഫിസിക്സിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 1ാമത്തെ ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ അഥവാ എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് പാരലൽ അഥവാ ശ്രേണി സമാന്തരം എന്നീ കണക്ഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ടെക്സ്റ്റിൽ 3 പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സോൾവ് ചെയ്തിട്ടുണ്ട്. എന്നാലും ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഒന്നും കൂടെ പറയുന്നത്. ടെക്സ്റ്റ് എടുക്കാം. പേജ് നമ്പർ 17. ക്വസ്റ്റ്യൻ വായിക്കാം. 4 ഓം 2 ഓം പ്രതിരോധകങ്ങളെ ശ്രേണിയായി ഘടിപ്പിച്ച് അവയുടെ അഗ്രങ്ങൾക്കിടയിൽ 6 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടി. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? തന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്തെഴുതും അല്ലേ? എന്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു? 2 റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 1, 2 അങ്ങനെ കൊടുക്കാം അല്ലേ? ഗിവൺ R1 ഈക്വൽ ടു R1 എത്രയായിരുന്നു? 4 അല്ലേ? 4 ഓം. റെസിസ്റ്ററിൻ്റെ യൂണിറ്റ് ഓം. ദെൻ R2 എത്രയായിരുന്നു? 2 ഓം. 2 ഓം. ദെൻ അവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുത്തിരുന്നു. വി 6 വോൾട്ട് ആയിരുന്നു തന്നത്. ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ശ്രേണി രീതിയിലാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ? സീരീസായി ഘടിപ്പിച്ചാലുള്ള കറണ്ടാണ് കാണാൻ പറഞ്ഞത്. കറണ്ട് കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? വിയും ആറും വേണം. സഫല പ്രതിരോധം വേണം. എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ R1 R2 ആണ് തന്നിട്ടുള്ളത്. ശ്രേണി രീതിയിൽ നമുക്ക് R കാണേണ്ട ഇക്വേഷൻ R ഈക്വൽ ടു രണ്ടും തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ? R1 പ്ലസ് R2. സോ 4 പ്ലസ് 2 6. നമുക്ക് ആറിൻ്റെ വാല്യൂ കിട്ടി. 6 ഓംന്ന് കിട്ടി. ഇനി നമുക്ക് വി തന്നിട്ടുണ്ട്. നമുക്ക് കറണ്ട് കാണേണ്ട ഇക്വേഷൻ അറിയില്ലേ? എന്താ ഇക്വേഷൻ? I ഈക്വൽ ടു ബൈ ഓംസ് ലോ I ഈക്വൽ ടു വി ബൈ ആർ. ഓൾറെഡി വി തന്നിട്ടുണ്ട് 6 ബൈ നമ്മൾ 6 കണ്ടുപിടിച്ചു. 6 ആണ് കിട്ടിയത്. നമുക്ക് കറണ്ട് I ഈക്വൽ ടു 1 ആംപിയർ. കറണ്ടിൻ്റെ യൂണിറ്റ് ആംപിയർ. നമുക്ക് ഉത്തരം കിട്ടി. ഇങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12 ഓം 4 ഓം പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ച് 12 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകിയാൽ കറണ്ട് എത്ര? ക്വസ്റ്റ്യനിൽ സമാന്തരമായി ഘടിപ്പിച്ചാലാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ R കാണേണ്ട ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇൻറ്റു ചെയ്യുന്നത് മുകളിലും പ്ലസ് താഴെയും. അത് ഓർത്താൽ മതി. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. ഗിവൺ 12 തന്നിട്ടുള്ളത്. R1 ഈക്വൽ ടു 12 ഓം. ദെൻ R2 4 ഓം. വി തന്നിട്ടുണ്ട്. വി എത്രയായിരുന്നു? 12 വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം 12 വോൾട്ട് തന്നിട്ടുണ്ട്. ഗിവൺ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു. നെക്സ്റ്റ് നമ്മുടെ ഇക്വേഷൻ എഴുതാലോ. സമാന്തര രീതിയിലാണ്, പാരലൽ കണക്ഷൻ ആണ് ക്വസ്റ്റ്യൻ. സോ എഫക്റ്റീവ് റെസിസ്റ്റൻസ്
സഫല പ്രതിരോധം കാണേണ്ട ഇക്വേഷൻ R equal to R1 into R2 divided by R1 plus R2 equal to R1 12 into 4 by 12 plus 4 എത്ര കിട്ടും? 12 into 4 48 divided by 12 plus 4 16 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 3 അല്ലേ? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താ? 6. സോ നമുക്ക് 3 ohm എന്ന് കിട്ടും. ഇനി ബൈ ഓംസ് ലോ കറണ്ട് I equal to V by R. Given V is equal to 12 അല്ലേ? 12 by 3. 12 by 3. സോ ആൻസർ 4 ആംപിയർന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യനും നമ്മൾ കണ്ടുപിടിച്ചു, ആൻസർ കണ്ടുപിടിച്ചു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അത് സോൾവ് ചെയ്തിട്ടില്ല, അത് നമ്മളോട് സോൾവ് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിക്കാം. 2 ohm വീതമുള്ള 10 പ്രതിരോധകങ്ങളെ സമാന്തരമായി ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തരുന്നത് എങ്കിൽ നമുക്ക് R കാണേണ്ട ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടാവും. എന്തായിരുന്നു? ക്യാപിറ്റൽ R is equal to സ്മോൾ r by സ്മോൾ n. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഇവിടെ ഒന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. സ്മോൾ r പ്രതിരോധമുള്ള n പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ സഫല പ്രതിരോധം ക്യാപിറ്റൽ R equal to സ്മോൾ r by സ്മോൾ n ആയിരിക്കും. അവിടെ n എന്നത് പ്രതിരോധകങ്ങളുടെ എണ്ണമാണ്. നമ്പേഴ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്. ദെൻ സ്മോൾ r എന്നത് ഒരു പ്രതിരോധകത്തിന്റെ മൂല്യമാണ്. വാല്യൂ ഓഫ് 1 റെസിസ്റ്റർ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 ohm വീതമുള്ള 10 പ്രതിരോധകങ്ങൾ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ R equal to given ആദ്യം എഴുതി വെക്കാം. സ്മോൾ r തന്നിട്ടുണ്ട്. സ്മോൾ r എത്ര തന്നത്? 2 ohm. സ്മോൾ n 10 എന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ R equal to സ്മോൾ r by സ്മോൾ n. 2 by 10 അത് 0.2 ohm എന്ന് കിട്ടും. 0.2 ohm. അപ്പം നമ്മൾ ടെക്സ്റ്റ് 3 ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു. അടുത്ത ടോപ്പിക്ക് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.